സംസ്ഥാനത്ത് തെക്കൻ ജില്ലകളിൽ പരക്കെ മഴയ്ക്ക് സാധ്യത. അടുത്ത 5 ദിവസവും മഴ തുടരും. ഇന്ന് തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സനിസ ശോഭാചന്ദ്രൻ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. സനിസ, വരും ദിവസങ്ങളിലും മഴയ്ക്ക് സാധ്യത എന്ന് തന്നെയാണ് പറയുന്നത്. ഏതൊക്കെ മേഖലകളിലാണ് മുന്നറിയിപ്പുള്ളത്? അമൃത, വരും ദിവസങ്ങളിലും സംസ്ഥാനത്ത് ശക്തമായി തന്നെ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൽ നിന്നും ലഭിക്കുന്ന വിവരം. തെക്ക് കിഴക്കൻ അറബിക്കടലിനും ബംഗാൾ ഉൾക്കടലിനും ഇത്തരത്തിൽ ചക്രവാത ചുഴിയും ന്യൂനമർദ്ദവും രൂപപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ സ്വാധീന ഫലമായിട്ടാണ് വരുന്ന 5 ദിവസവും മഴ തുടരുന്നത്. ഇന്നും നാളെയും 7 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഇന്നും നാളെയുമായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. വരുന്ന 5 ദിവസവും വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലയോര മേഖലകളിലായിരിക്കും ഏറ്റവും കൂടുതൽ മഴ ലഭിക്കാൻ സാധ്യത. ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായി ലഭിക്കുന്ന മഴയായതുകൊണ്ട് തന്നെ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ അളവിൽ മഴ ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ മലയോര മേഖലകളിലൊക്കെ അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൽ നിന്ന് ലഭിക്കുന്നത്. കൂടാതെ തന്നെ വെള്ളക്കെട്ട് രൂപപ്പെടാൻ നഗരപ്രദേശങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നഗരപ്രദേശങ്ങളിലുള്ളവരും താഴ്ന്ന പ്രദേശങ്ങളിലുള്ളവരും ജാഗ്രത പാലിക്കാൻ നിർദ്ദേശമുണ്ട്. കൂടാതെ തന്നെ മഴയ്ക്കൊപ്പം 55 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനുമുള്ള സാധ്യതയുണ്ട്. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ മഴ കൂടുതലും ബാധിക്കാൻ സാധ്യത മലയോര മേഖലയിലാണ്. ഇടിമിന്നലോട് കൂടിയുള്ള മഴയ്ക്കാണ് സാധ്യത. ഉച്ചതിരിഞ്ഞായിരിക്കും സംസ്ഥാനത്തെ അലർട്ടുകൾ പ്രഖ്യാപിച്ച ജില്ലകളിൽ മഴ ശക്തമായി കനക്കാൻ സാധ്യത. അതുകൊണ്ട് തന്നെ എല്ലാവരും ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമാണ് നിലവിൽ ലഭിക്കുന്നത്. അമൃത.